നമസ്കാരം. മേടൻ രാശിക്കാർക്ക് 2026 ജൂലൈ മാസത്തെ ഫലത്തെ പറ്റിയാണ് പറയുന്നത്. മേടൻ രാശി അധിപനായ ചൊവ്വ 2ാം ഭാവത്തിൽ ആണ്. ജൂലൈ മാസം പകുതി വരെ അനുകൂലമാണെങ്കിലും പകുതിക്ക് ശേഷം അത്ര ഗുണകരമല്ല. മാസാരംഭത്തിൽ രവി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. ഈ സമയത്ത് ആത്മധൈര്യം, ആത്മബലം വർദ്ധിക്കുന്ന സമയമാണ്. സർക്കാർ നേട്ടം, സർക്കാരിൽ നിന്നും എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ അനുകൂലമായ ഒരു സ്ഥിതി ഈ സമയത്ത് ഇവർക്ക് വന്നു ചേരുന്നതാണ്. കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്കും ബിസിനസ്സുകാർക്കും ഗുണകരമായ ഒരു സമയമാണ്. പൊതുവെ ഈ രാശിക്കാർക്ക് അല്പം ദേഷ്യം കൂടുതലാണെങ്കിലും ഈ സമയത്ത് ദേഷ്യം നിയന്ത്രിക്കേണ്ടതുണ്ട്. ചിലവ് കൂടുവാനും സാധ്യതയുണ്ട്. ശനി 12-ലായിരിക്കുന്ന സമയം, അതായത് 7.5 ശനിയുടെ ആദ്യഘട്ടം ആയതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും 4ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ശനിക്ക് വേദമുള്ളതുകൊണ്ടും ദോഷഫലങ്ങൾ കുറയുവാനാണ് സാധ്യത. ആരോഗ്യം മെച്ചപ്പെട്ട സ്ഥിതിയായിരിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട് ഗുണഫലങ്ങൾക്കും ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. കുടുംബസുഖം, ധനനേട്ടം, അപ്രതീക്ഷിത ധനവരവ് എന്നിവ ഉണ്ടാവാം. സുഹൃത്ത് വഴി നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ്. കീർത്തിയും പ്രശസ്തിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സഞ്ചാരക്ലേശവും ബന്ധുജന വിരോധത്തിനും ആത്മബലക്കുറവിനും മാസപകുതിക്ക് ശേഷം സാധ്യതയുണ്ട്. വിലപ്പെട്ട വസ്തുക്കൾ മോഷണം പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്, വസ്തു എന്നിവ വാങ്ങുവാൻ, വീട് വിൽക്കുവാനും ഒക്കെ ഈ സമയത്ത് ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സന്താന നേട്ടവും സന്താനലബ്ധിയും ഉണ്ടാവുന്നതാണ്. കുടുംബസുഖം ഉണ്ടാവുമെങ്കിലും ദാമ്പത്യത്തിൽ ചില അവസരങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ വലുതാക്കാതെ നോക്കേണ്ടത് ഉണ്ട്. പ്രണയിക്കുന്നവർക്കും തെറ്റിദ്ധാരണകൾ ഈ സമയത്ത് വന്നു എന്നിരിക്കാം. അഭിപ്രായ വ്യത്യാസം വഴി മനോദുഃഖമുണ്ടാകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതിയും മെച്ചപ്പെട്ട കോഴ്സ് പഠിക്കുന്നതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട്. സന്താന ഗുണം, പുത്രലാഭം, അന്യജനങ്ങളെ കൊണ്ടുള്ള അപ്രതീക്ഷിതമായ നേട്ടം എന്നിവ ഉണ്ടാകാം. ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാണ് മേടം രാശിക്കാർക്ക് 2026 ജൂലൈ മാസം. ശിവക്ഷേത്ര ദർശനം, ശാസ്താക്ഷേത്ര ദർശനം, വിഷ്ണുക്ഷേത്ര ദർശനം, വഴിപാട് എന്നിവ ചെയ്താൽ ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്ന മാസമായിരിക്കും.